അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവമാതാവിനും യേശുദേവനും പിതാവായ ദൈവത്തിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞങ്ങൾ ഭയങ്കരമായ കടബാധ്യതയിലുള്ള ഒരു കുടുംബമായിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയില്ല. ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. അങ്ങനെ 2018 ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ച് കയറി പോവാൻ സാധിക്കുന്നില്ല. അങ്ങനെ എറണാകുളത്തെല്ലാം ഓഫീസിലെല്ലാം ബയോഡേറ്റ കൊടുത്ത് അങ്ങനെ പൈസയും കൊടുത്ത് കിടക്കുന്നതല്ലാതെ കയറിപ്പോകാൻ പറ്റുന്നില്ല. അങ്ങനെ 4 വർഷം നാട്ടിൽ നിന്ന് മൊത്തം കടം കയറി ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2022 സെപ്റ്റംബർ 3 ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേട്ടൻ അവിടെ ഗൾഫിൽ പോയി ജോലിയാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കടബാധ്യതകൾ 12 ലക്ഷത്തോളം രൂപയുടെ കടം അമ്മ തീർത്തുകൊണ്ടേയിരിക്കുന്നു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും പിതാവായ ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് എൻ്റെ അച്ഛന് 87 വയസ്സുണ്ട്. അങ്ങനെ ചേച്ചിയുടെ കൂടായിരുന്നു താമസിക്കുന്നത്. കിടപ്പായിരുന്നു. അങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനും ബാത്റൂമിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഞാനും ചേച്ചി ഉടമ്പടി എടുത്ത മക്കളാണ്. ഞങ്ങൾ 2 പേരും അമ്മ മാതാവിനോട് സ്ഥിരമായി, ദൈവമേ അച്ഛൻ എണ്ണീറ്റ് നടക്കണേ, അച്ഛൻ്റെ കാര്യങ്ങൾ സ്വന്തമായി നടത്താൻ അച്ഛന് കഴിവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അച്ഛൻ ഇപ്പം നന്നായിട്ട് നടക്കുകയും സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകളും LLBക്ക് പഠിക്കുന്നു. ഇളയ മകൾ 8ാം ക്ലാസ്സിൽ. ഇവരുടെ പഠിത്തത്തിന് സാമ്പത്തികമായി അമ്മ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. കൂടാതെ മൂത്ത മകൾ ഇതുവരെ 7ാം സെമസ്റ്റർ വരെയുള്ള റിസൾട്ട് അറിഞ്ഞു. അതിലെല്ലാം അവൾ നന്നായി പാസ്സായി. അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ചെന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കൊന്ത ചൊല്ലുകയും എല്ലാം ഞാൻ ചെയ്തിരുന്നു. പിന്നെ നേർച്ച വസ്തുക്കളായ തേന്, ഉപ്പ്, തൈലം എല്ലാം പുരട്ടിയാണ് അവരെ വിടുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും എനിക്കറിയത്തില്ല. അമ്മ എങ്ങനെല്ലാമാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ് എനിക്ക്. എന്നും സുഗന്ധാഭിഷേകം എവിടെ പോയാലും കിട്ടും. പത്രം കൊടുക്കാനായാലും ഏത് സ്ഥലത്ത് പോയാലും അമ്മ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. എനിക്ക് ബ്രസ്റ്റിൽ ഒരുപാട് തടിപ്പുകളുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കങ്ങ് ഭയവും എപ്പോഴും വേദനയുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ തൈലം പുരട്ടി അതിനെല്ലാം മാറ്റം വന്നു. പിന്നെ മറ്റ് സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീട്ടിൽ 2 മക്കൾക്കും എന്നും പനി, തലവേദന, തൊണ്ടവേദന, എന്ത് പൈസ ഉണ്ടെങ്കിലും ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതിനൊരു അറുതി വരുത്തണം. എന്നും ആശുപത്രിയിൽ പോയി പൈസ പോകുന്നത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ദുഃഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. അങ്ങനെ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം ആശുപത്രിയിൽ പോകുന്നത് വളരെ കുറവായിട്ടുണ്ട്. അതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ ഈ അഗാധമായ കടത്തിൽ നിന്നും നാണക്കേടിൽ നിന്നും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ സങ്കടങ്ങളെല്ലാം അമ്മ മാതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെയും എൻ്റെ ചേട്ടനെയും ഒക്കെ ഞങ്ങൾ ദൈവീക മക്കളാക്കി തീർക്കണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ ഭർത്താവ് ഈ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ഗൾഫിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ മക്കളും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനയിലും പങ്കുചേരുകയും ഞങ്ങൾ സന്തോഷമായിട്ടാണ് പത്രം കൊടുക്കാനും
പിന്നെ അനാഥാലയത്തിൽ പോകാനും എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. മക്കളെയും കൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കാനും അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും. പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം കൂടി ഹസ്ബൻഡിന് ജോലിയും ലഭിച്ചു. അതിൻ്റെ അനുഗ്രഹത്താലാണ് ഈ കടങ്ങളെല്ലാം തീർക്കാൻ അമ്മ മാതാവ് സഹായിച്ചത്. പിന്നെ പത്രങ്ങളെല്ലാം കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, പുത്തൂർ, പത്തനാപുരം എവിടെല്ലാം അറിയുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം ഞാൻ പോയി കൊടുക്കും. ഇപ്പം ധാരാളം ഫ്രണ്ട്സും അവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്ന് ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി പിന്നെ ആശുപത്രിയിലും റോഡിൽ വക്കിലിരിക്കുന്നവർക്കും എല്ലാം ഞങ്ങൾ സഹായിക്കും. അനാഥാലയങ്ങളിൽ പോയി ഓരോ രോഗികളെയും ഞങ്ങൾ പ്രത്യേകം കണ്ട് അവർക്ക് അമ്മ മാതാവിനെ കുറിച്ച് പറയാനും അവർക്ക് അമ്മ മാതാവിൻ്റെ സ്നേഹം കിട്ടാനും യേശുദേവൻ്റെ കരുണയും സ്നേഹവും കിട്ടാനും ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ എല്ലാം പത്രം കൊടുക്കും. അവരെ എല്ലാം ഞങ്ങൾ സാമ്പത്തികമായി ഒക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. എല്ലാ മാസവും ഞങ്ങൾ അമ്മ മാതാവിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കും. പൊതിച്ചോറും കൊടുക്കും. അമ്മ മാതാവ് ഈ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതിനെ ഓർത്ത് അമ്മയോടും അമ്മയുടെ തിരുക്കുമാരനോടും പിതാവായ ദൈവത്തോടും ഞാൻ നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2:31 തിരുവചനത്തിൽ ശിമയോൻ ഈശോയെ കൈകളിലെടുത്തുകൊണ്ട്, അതായത് ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. അപ്പോൾ ശിമയോൻ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്നു, സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. താൻ ഇത്രയും നാളും ആ ദേവാലയത്തിൽ ഈ ഒരു കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടിയിട്ട്, അതായത് ഈശോയുടെ സമർപ്പണ ആ ദിവസത്തിൽ ശിമയോൻ പറയുന്നതാണ്, ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ്, കർത്താവെ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ രക്ഷയാണ് ഇന്ന് കൃപാസനത്തിലൂടെ ഉടമ്പടിയെടുത്ത് എല്ലാ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ആരെന്നില്ല, ഈശോയെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പിന്നീട് അവർക്ക് ഇവിടെ വന്ന് എങ്ങനെയാണ് സാക്ഷ്യം പറയുവാനും അവരുടെ കുടുംബത്തിൻ്റെ ഓരോ മുക്കിലും മൂല